ഈ ട്രഡീഷണൽ നീഡിൽസിന്റെ പ്രശ്നം, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ചീപ്പാണ്, ഹൈജീൻ ഒക്കെ പ്രോപ്പർ ആണ്, പക്ഷേ വില വളരെ കുറവാണ്. 15 രൂപ. ഇതിന്റെ കൂടെ ചെയ്യണം ഒരു 5 രൂപയ്ക്കുള്ള ടിപ്പും കൂടെ യൂസ് ചെയ്താൽ നമുക്ക് മെഷീനിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇത്തരം ട്രഡീഷണൽ നീഡിൽസ് ഇടുന്ന ടാറ്റു മെഷീൻസിലാണ്. ഇത് മെഷീൻ പാർട്ടും ഇത് അതിന്റെ ഗ്രിപ്പ് പോർഷനുമാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യുന്നതിന് കൂടുതൽ സമയം എടുക്കും. അതായത് ഇത് ഇട്ട് അതിന്റെ ടിപ്പ് എടുത്ത് വെച്ച് കണക്ട് ചെയ്ത് മെഷീനിൽ വെച്ച് അതിന്റെ ഒരു പ്രോപ്പർ ഡെപ്ത് ആണോ എന്ന് നോക്കി ഗ്രിപ്പ് ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ടാറ്റു ആർട്ടിസ്റ്റിന് 2-3 നീഡിൽ മാറ്റി ഇടേണ്ട സാഹചര്യത്തിൽ ഈ ഇത്തരം നീഡിൽസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ വർക്കിന്റെ ഫ്ലോവിനെ അഫക്ട് ചെയ്യും. പക്ഷേ കഴിവുള്ള ടാറ്റു ആർട്ടിസ്റ്റിന് കുറച്ച് മെനക്കെടാൻ മനസ്സുണ്ടെങ്കിൽ വളരെ മനോഹരമായ ടാറ്റുകൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നീഡിലിന്റെ വളരെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്രോസ് കണ്ടാമിനേഷൻ ആണ്. ഈ നീഡിൽസ് വെച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടിപ്പിലും ഈ നീഡിലിന്റെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത ക്ലയന്റിന്റെ ബ്ലഡിന്റെ അംശമൊക്കെ അടങ്ങിയിട്ടുള്ള ഇങ്കിന്റെ അംശം ഇവിടെ ഉണ്ടാവും. നമ്മൾ നീഡിൽ മാറ്റാനായിട്ട് ഇങ്ങനെ വലിച്ചൂരുമ്പോഴത്തേക്ക് ഗ്രിപ്പിന്റെ ഈ ട്യൂബില്ലേ ഇതിന്റെ അകത്തൊക്കെ വരും. ആ ട്യൂബിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സാനിറ്റൈസർ എന്ന് വെച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇത്തരം ടാറ്റു മെഷീൻസ് യൂസ് ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇത് മെഷീൻ പാർട്ട് മാറ്റി ഗ്രിപ്പിന്റെ പാർട്ട് എടുത്തിട്ട് ആട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യണം. UV സ്റ്റെറിലൈസേഷൻ എഫക്റ്റീവ് അല്ല. ആട്ടോക്ലേവിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം. ഞാൻ ചെയ്യാറ് ഒരു 4-5 ഗ്രിപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് മാറ്റി ഉപയോഗിക്കും. എന്നിട്ട് ഒരുമിച്ചെടുത്ത് ആട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ആ ടാറ്റു ആർട്ടിസ്റ്റ് കൂടുതൽ മെനക്കെടേണ്ടി വരും. അതിന് തയ്യാറുള്ള ടാറ്റു ആർട്ടിസ്റ്റുകൾ സിമ്പിൾ ആയിട്ട് ഈ നീഡിൽസ് ഉപയോഗിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യും. ടാറ്റു മെഷീൻസ് സ്റ്റെറിലൈസ് ചെയ്യണം. പക്ഷേ ആട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യണോ? പറ്റൂല. ഒരു ടാറ്റു മെഷീൻ ആട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റൂല. കാരണം ഇതിന്റെ അകത്ത് DC മോട്ടോഴ്സ് ആണുള്ളത്. ആട്ടോക്ലേവിൽ വെച്ച് ഹൈ ടെമ്പറേച്ചർ ചൂടാകുമ്പോൾ അതിലുള്ള പ്ലാസ്റ്റിക് ഇൻസുലേഷൻ പാർട്ടൊക്കെ ചൂടായി ഉരുവാനും മെഷീൻ കംപ്ലൈന്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ചീത്തയായി പോകും. അപ്പോൾ ഇതിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡേ ഉള്ളൂ. ഒന്ന് UV സ്റ്റെറിലൈസേഷൻ പ്ലസ് ഒരു 90% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്യാം. ഇത് ഇതിൽ പോസിബിൾ ആവത്തുള്ളൂ. പക്ഷേ ഇതിൽ പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ കുറവായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മളെ മെയിൻ ബന്ധം ഇത്തരം ഗ്രിപ്പുകളാണ്. ഇത്തരം ഗ്രിപ്പിന്റെ അകത്ത് ഇങ്കിന്റെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യലാണ്. അതിന് ആട്ടോക്ലേവ് തന്നെ വേണം.